സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പലതരത്തിലുള്ള സ്നേഹങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹം, മാതാപിതാക്കൾ മക്കളുമായിട്ടുള്ള സ്നേഹം, ടീച്ചേഴ്സും മക്കളുമായിട്ടുള്ള സ്നേഹം, കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹം, അതുപോലെ ദമ്പതികൾ ഇതുപോലെ പലതരത്തിലും സ്നേഹങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ സ്നേഹത്തിലൊക്കെ എവിടെയെങ്കിലും കുറേ സ്വാർത്ഥതയുണ്ട്, ഇല്ലെങ്കിൽ ഗീവ് ആൻഡ് ടേക്ക് പോളിസി. നമ്മൾ എത്ര കൊടുക്കുന്നു അതുപോലെ കിട്ടണം, അങ്ങനെയുള്ള ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും, ഒരു മെഷറിങ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ റിയൽ സ്നേഹം എന്ന് പറയുന്നത് ഇതിനൊക്കെ മുകളിലാണ്. അത് സെൽഫ്ലെസ് സ്നേഹമാണ്, എന്നുവെച്ചാൽ അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയും. ആ സ്നേഹം നമുക്ക് ജനറലി കാണാൻ പറ്റുന്ന രണ്ട് കാറ്റഗറിയാണ്. ഒന്ന്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ അവിടെ ഒരു കണ്ടീഷനും ഇല്ലാണ്ടാണ് മാതാപിതാക്കളും മക്കളെ സ്നേഹിക്കുക. സാധാരണ നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. എങ്കിൽ പോലും അതിന് ചെറിയൊരു ആഗ്രഹം അവർക്കില്ലായില്ല. കാരണം വലുതാകുമ്പോൾ അവൻ എന്നെ നോക്കണം, അവൾ എന്നെ ശ്രദ്ധിക്കണം, അവരുടെ ഇങ്ങനെയുള്ള ചില ചിന്തകളെങ്കിലും മനസ്സിൽ വരും. പക്ഷേ നിഷ്കളങ്കരായി ഒന്നും പ്രതീക്ഷിക്കാതെ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് കൊടുക്കുന്ന ഒരു വർഗം ലോകത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സാണ്, അധ്യാപകർ. അവർ തങ്ങൾ പഠിപ്പിക്കുന്ന മക്കൾ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചെത്തണം, നല്ല പൊസിഷനിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ച് അവർ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പഠിപ്പിക്കുക. അവർ തന്നെ. ഞാൻ ഒരു നല്ല അധ്യാപകനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ നല്ല അധ്യാപകരും അങ്ങനെയാണ്, ഒരു കാര്യവും പ്രതീക്ഷിക്കാതെ ചെയ്തു കൊടുക്കുക. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നാളത്തെ ഈ ടീച്ചേഴ്സ് ഡേക്ക് എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ വിഷസ് ആദ്യം ഞാൻ പറയട്ടെ. കാരണം അവർ ശരിക്കും നല്ലൊരു അർഹിക്കുന്നവരാണ്, ഏറ്റവും നല്ലൊരു സേവനം ചെയ്യുന്നവരാണ്, കുറേ നല്ല വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുന്നവരാണ്. സോ എല്ലാവർക്കും ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അതുപോലെ എല്ലാ മലയാളികൾക്കും നല്ലൊരു ഓണാശംസകളും ഇതിനോടൊപ്പം നൽകുന്നു. കീപ് സ്മൈലിംഗ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്.